മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം സംബന്ധിച്ച ബിൽ ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കാനുള്ള സമിതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്നതാണ് ബില്ല്. പ്രധാനമന്ത്രി, പ്രതിപക്ഷ കക്ഷി നേതാവ്, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി എന്നിവരാണ് സമിതി അംഗങ്ങൾ എന്നതാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത്. അതേസമയം ഒരു ദിവസം മുൻപേ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുകയാണ് പാർലമെന്റ്. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ നേതാക്കളുടെ അഭാവത്തിൽ സുപ്രധാനമായ പല ബില്ലുകളും രാജ്യസഭയിലും പാസാക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. വിവരങ്ങൾ നൽകാൻ വിഷ്ണു തലവൂർ ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. വിഷ്ണു, സുപ്രധാനമായ പല ബില്ലുകൾ പാസാക്കുന്നു പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ തന്നെ. ഒപ്പം തന്നെ പ്രതീക്ഷിച്ചതിലും ഒരു ദിവസം നേരത്തെ സഭ പിരിയുന്നു. എങ്ങനെയൊക്കെയായിരുന്നു ഇന്ന് സഭയിലെ കാഴ്ചകൾ? ഇരുസഭകളിലുമായി പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ സുപ്രധാനമായ പല ബില്ലുകളും അവതരിപ്പിച്ചു. ഈ ലോക്സഭാ സമ്മേളനം, ഈ സഭാ സമ്മേളനം പാർലമെന്റ് ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ വളരെ വലിയ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയാകുന്നതാണ് കാണുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് പാർലമെന്റിൽ ആക്രമണം നടക്കുന്നത്. അതിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വിശദീകരണം നൽകണം, പ്രസ്താവന നടത്തണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ ആവശ്യം. അത് ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അവസാന ദിനമായ ഇന്ന് വരെ പ്രതിപക്ഷം പ്രതിഷേധം തുടരുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, പറയൂ, എങ്ങനെയായിരുന്നു പാർലമെന്റിലെ ഇന്നത്തെ ദിനം? അസുത, ഇന്നും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും പാർലമെൻറ്റിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് പാർലമെൻറ്റിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു മറുപടി പറയണം എന്നതായിരുന്നു പ്രതിപക്ഷം പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടത്. ഇതിനു പുറമെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച മറ്റൊരു ആവശ്യമെന്ന് പറയുന്നത് ഈ പാർലമെൻറ്റിൽ കയറി വന്ന അക്രമിക്ക് പാസ് നൽകിയത് BJP അംഗം പ്രതാപ് സിംഹയാണ്. ആ BJP അംഗത്തിനെതിരെ കടുത്ത നടപടി, പുറത്താക്കൽ നടപടി അടക്കം എടുക്കണമെന്നൊരാവശ്യവും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇത്തരം ആവശ്യം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തെ കൂട്ടമായി സസ്പെൻഡ് ചെയ്യുന്ന നടപടി തന്നെയാണ് നമുക്ക് പാർലമെൻറ്റിൽ കാണാൻ കഴിഞ്ഞത്. ഇന്നും ലോക്സഭയിൽ നിന്ന് 3 കോൺഗ്രസിൻ്റെ MP മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 147ഓളം MP മാരെയാണ് ഇരു സഭകളിൽ, ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമായി സസ്പെൻഡ് ചെയ്തത്. ഇതിനു പുറമെ പല നിർണായകമായിട്ടുള്ള ബില്ലുകളും ഈ പ്രതിപക്ഷത്തെ കൂട്ടമായി സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ പാസ്സാക്കുന്ന ഒരു സാഹചര്യം രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടായിരുന്നു. ഇന്ന് ലോക്സഭ പാസ്സാക്കിയ നിർണായകമായിട്ടുള്ള ബില്ലെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ, അതോടൊപ്പം തന്നെ മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നതിൽ സുപ്രീം കോടതി വിധി മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലായിരുന്നു. അതായത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നേരത്തെ ഒരു വിധി പുറപ്പെടുവിച്ചത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്ന സമിതിയിൽ ഉണ്ടാകേണ്ട ആളുകൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ കക്ഷി നേതാവും, ഇതിനു പുറമെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിരിക്കണം അംഗങ്ങൾ എന്നതായിരുന്നു ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി. പക്ഷേ ആ വിധി അട്ടിമറിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പുതിയ ബില്ല് സഭയിൽ കൊണ്ടുവന്ന് നേരത്തെ രാജ്യസഭ പാസ്സാക്കിയ ബില്ലിന്ന് പ്രതിപക്ഷത്തിൻ്റെ അഭാവത്തിൽ ചർച്ച പോലുമില്ലാതെ ലോക്സഭയും പാസ്സാക്കിയിരുന്നു. ഇപ്പോൾ പാസ്സായിരിക്കുന്ന ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന ആ സമിതിയിൽ ഉണ്ടാകേണ്ട ആളുകൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ കക്ഷി നേതാവും, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുമായിരിക്കും ആ സമിതിയിൽ ഉണ്ടാവുക എന്നതാണ്. ഇത്തരത്തിലൊരു നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോലും സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് രാജ്യസഭയിൽ നിർണായകമായിട്ടുള്ള മറ്റൊരു ബില്ല് പാസ്സാക്കിയിരുന്നു. അത് ഈ ഒരു IPC, CRPC, അതോടൊപ്പം തന്നെ ഇന്ത്യൻ തെളിവ് നിയമം, ഈ 3 നിയമങ്ങളും ഉടച്ചു വാർക്കുന്ന ബില്ലാണ് ഇന്ന് രാജ്യസഭയിൽ പാസ്സാക്കിയത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ബില്ല് പാസ്സാക്കിയിരുന്നു. ഇന്ന് രാജ്യസഭയിലും ഈ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ഇത്തരം നിർണായകമായിട്ടുള്ള ബില്ലുകളൊക്കെ തന്നെ ഇരു സഭകളിലും പ്രതിപക്ഷത്തെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ചർച്ചകൾ പോലും നടക്കാതെയാണ് ഈ നിർണായക ബില്ലുകൾ ഇപ്പോൾ ഇരു സഭകളിലും പാസ്സാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ പ്രതിഷേധം ഒരു വശത്ത് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ രാജ്യസഭയും ലോക്സഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിട്ടുണ്ട്. ഇത്
സഭാ കാലയളവ് വെട്ടിച്ചുരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇരു സഭകളും പിരിഞ്ഞിരിക്കുന്നത്. നേരത്തെ ഉള്ള ഒരു ഷെഡ്യൂൾ പ്രകാരം രാജ്യസഭയും ലോക്സഭയും നാളെയാണ് പിരിയാനെത്തുന്നത്. പക്ഷേ ആ ഒരു ദിവസം വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇന്ന് തന്നെ ഇരു സഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രത്യേകിച്ച് നാളെ ഇന്ത്യ മുന്നണി ഈ MP-മാരെ സസ്പെൻഷൻ അടക്കം പ്രതിഷേധിച്ചുകൊണ്ട് പാർലമെൻറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 11:30-ക്ക് ജന്തർ മന്ദറിൽ നിന്നും പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തുമെന്നതാണ് ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാർച്ച് കൂടി നടക്കുന്ന പശ്ചാത്തലത്തിലാണ് രാജ്യസഭയും ലോക്സഭയും ഇന്ന് സഭാ സമ്മേളന കാലയളവ് വെട്ടിച്ചുരുക്കി ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിട്ടുള്ളത്. അസുത.